നമ്മൾ ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ആട്ടോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിലർ നമ്മളെ തുടക്കത്തിൽ റിജക്റ്റ് ചെയ്യും, ചിലർ നമ്മളെ കളിയാക്കും, ചിലർ നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവസാനം റിജക്റ്റ് ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റായിട്ട് ഇപ്പോൾ ഈ കടകളിലേക്ക് ഇറങ്ങി തുടങ്ങിയതിന് ശേഷം നമ്മൾ ഈ ഗോൾഡ് കോയിൻ്റെ ഓഫർ പറയുമ്പോഴാണ് കൂടുതൽ പേരും നമ്മളെ കളിയാക്കുന്നത്. നമ്മൾ ഈ ഓഫർ വെച്ചത് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി നമ്മുടെ കസ്റ്റമേഴ്സിനും അത് അർഹിക്കുന്ന മറ്റുള്ളവരിലേക്കും എത്തിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അത് പറയുമ്പോൾ എല്ലാവരും നമ്മളെ കളിയാക്കാറാണ് പതിവ്. ഒരു ചേട്ടനോട് ഞാൻ പറഞ്ഞു, നമ്മൾ ഓൾറെഡി 2 പേർക്ക് കോയിൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, വലിയ കാര്യമായിപ്പോയി, നിങ്ങൾ അങ്ങനെയൊക്കെ കൊടുക്കല്ലേ കേട്ടോ എന്ന് പറഞ്ഞു. ആദ്യം എനിക്കത് മനസ്സിലായില്ല. പിന്നെയും ചോദിച്ചപ്പോഴാണ് കളിയാക്കിയതാണ് എന്നുള്ള കാര്യം ക്ലിയർ ആയത്. നമ്മൾ ആരെയും പറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നിരിക്കും. പിന്നെ ഏതൊരു ബ്രാൻഡിൻ്റെയും തുടക്കം ഇങ്ങനെയൊക്കെയാണല്ലോ. ഒത്തിരി റിജക്ഷൻസിൽ നിന്നാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. നമ്മളും ഇപ്പോൾ അതേ പാതയിലാണ്. അക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റിജക്ഷൻസാണ് ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഒരു ദിവസം നമ്മളും നല്ല രീതിയിലുള്ള വിജയത്തിലേക്ക് എത്തും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ്. എല്ലാവരും